ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നോക്കാൻ പോകുന്നത് എന്ത് വീഡിയോ ആണ് പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ചെയ്യേണ്ടത്. ഓക്കെ, പ്രേക്ഷകർ എന്താണ് അറിയേണ്ടത്, എന്ത് വീഡിയോ ആണ് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യേണ്ടത്? റീപ്രോഗ്രാം യുവർ സോൾ. ഓക്കെ, സോ ഐ തിങ്ക് റിലീസ്, റേസ്, റീക്ലെയിം, സോൾ കോൺട്രാക്റ്റിനെ പറ്റിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെൽ ഞാനൊരു ജനറൽ റീഡിംഗ് ആണ് ഉദ്ദേശിച്ചത്, ബട്ട് സോൾ കോൺട്രാക്ട് മീൻസ് ഇത്തിരി ഡീപ്പ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. സോ ലെറ്റ്സ് ടേക്ക് 2 ഗ്രൂപ്പ്സ് ക്വിക്ക്ലി. ഓക്കെ, ഓൾറൈറ്റ്, 2 ഗ്രൂപ്പ്സ് ഫോർ സോൾ കോൺട്രാക്ട്. സോൾ കോൺട്രാക്റ്റിന് വേണ്ടി ഗ്രൂപ്പ് 1. ഓക്കെ, ഗ്രൂപ്പ് 1, ആന, ഗ്രാൻഡ് മദർ ഓഫ് ജീസസ്, സീഡിങ് ദ ലൈറ്റ്, ലേയിങ് ഫൗണ്ടേഷൻസ്, ഡിവൈൻ പ്ലാൻ. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ കാർഡ്. ഗ്രൂപ്പ് 2, ലീഡ്, യു ഗോ ഫേസ്റ്റ്, ദ യൂണിവേഴ്സ് വിൽ ക്യാച്ച് യു. ഓക്കെ, സോ ഇതാണ് 2 ഗ്രൂപ്പ്. ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഓക്കെ, കാർഡ് നോക്കി സെലക്ട് ചെയ്യാം, ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് 2 ഗ്രൂപ്പ്സ് കേൾക്കണം എന്നുണ്ടെങ്കിൽ 2 ഗ്രൂപ്പ്സും കേൾക്കാവുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. സോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് സീഡിങ് ദ ലൈറ്റ്, ലേയിങ് ഫൗണ്ടേഷൻ, ഡിവൈൻ പ്ലാൻ. ഓക്കെ, സോ ഡിവൈൻ പ്ലാൻ എന്താണ് നിങ്ങളുടെ സോൾ കോൺട്രാക്ട്, എന്താണ് ഡിവൈൻ പ്ലാൻ നിങ്ങളുടെ സോൾ കോൺട്രാക്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് പ്രേക്ഷകരുടെ സോൾ കോൺട്രാക്ട്. ഗ്രൂപ്പ് 1 പ്രേക്ഷകരുടെ സോൾ കോൺട്രാക്ട് എന്താണ്? അതുപോലെ തന്നെ ഈ ചാനലിൽ 76% പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ, മെസ്സേജസ് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഫലപ്രദമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ്? ബിക്കോസ് ഏറെ പ്രേക്ഷകർക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെയും കൂടി മെസ്സേജസ് ലഭിക്കുന്നുണ്ടാകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ മെസ്സേജസ് റെസനേറ്റ് ആകാതെ പോകും. ഓക്കെ, എനർജി എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു കാര്യത്തിനും. ആൻഡ് പെർട്ടിക്കുലർലി ഏതൊക്കെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ ബ്ലോക്കേജസ് ഉണ്ടോ അവർ ഏത് ചാനൽ കണ്ടാലും, ആൻഡ് ആ ചാനലിൽ നിങ്ങൾക്ക് ആ ചാനൽ കാണാൻ ഇഷ്ടമാണെങ്കിൽ, ആൻഡ് ആ ചാനലിലൂടെ നിങ്ങൾക്ക് നോളജ് ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐഡിയാസ് ലഭിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അത് നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജസ് മാറ്റി തരുന്നതാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഏത് ഹീലേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻ ലഭിക്കുന്നതാണ്. സോ ഫസ്റ്റ് കാർഡ് ഇസ് 6 ഓഫ് കപ്സ്. സോൾ കോൺട്രാക്ട്സ് നിങ്ങളുടെ ഇമോഷണൽ സോൾ കോൺട്രാക്ട്സ് ആണ്. ഫാമിലി, ഫ്രണ്ട്സ്, ഓക്കെ, ഇവരുമായിട്ടുള്ള സോൾ കോൺട്രാക്ട് ആണ് നിങ്ങൾക്ക്. ഓക്കെ, എന്താണ് സോൾ കോൺട്രാക്ട്? ഗ്രൂപ്പ് 1 പ്രേക്ഷകരുടെ സോൾ കോൺട്രാക്ട്. സോ ഗൈസ്, നിങ്ങളുടെ സോൾ കോൺട്രാക്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇമോഷണൽ സോൾ കോൺട്രാക്റ്റ് ആണ്. ദാറ്റ് ഇസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫാമിലി ഉണ്ട്. എന്നാൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഏറെ നാളത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നുണ്ടാകാം. ഓക്കെ, ഈ റീഡിങ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഗ്രൂപ്പ് നിങ്ങൾക്കുള്ളതല്ല. ചൂസ് ദ സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, നിങ്ങൾക്കേറെ നാൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല. അതിന് കാരണമുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യമാണ് എപ്പോഴും നിലനിൽക്കേണ്ടത്. ഐദർ അത് റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ അത് മണി റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അവിടെ ബാലൻസ് പഠിക്കുന്നവരെ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ഏറെ സ്നേഹം കൊടുത്തോ, റെസ്പെക്റ്റ് കൊടുത്തോ, ലവ്, ഓക്കെ, അവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ കൊടുത്തു. പക്ഷെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അവരിൽ നിന്ന് വേദന നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒന്നും പറയാതെ തന്നെ അകന്ന് മാറുന്നതാണ്. എന്തുകൊണ്ടാണത്? ബിക്കോസ് അത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ആണ്. ആ വിഷമത്തിലൂടെ ആ വിഷമത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ
സമ്പാദ്യം കൂട്ടാനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദാറ്റ് ഈസ് ഈ വിഷമമാണ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ. ഓക്കെ, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകുന്നത് മാത്രമല്ല, നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആസ് എ ഫ്രണ്ട് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ ഒരു നല്ല നെയ്ബർ ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു നല്ല ഫ്രണ്ട്, ഒരു നല്ല വഴികാട്ടി, ആ ഒരു സോളിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സോൾ കോൺട്രാക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. 100% ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് ഏറെ ചതി, വഞ്ചന, നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ആൾക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം വേദനകളിലും ഒറ്റപ്പെടലിലും നിങ്ങൾ പോയിട്ടുണ്ട്. ഓക്കെ, ഈ സംഭവം നിങ്ങൾക്ക് ലഭിച്ചത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ആണ്. ദാറ്റ് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ജീവിതം നന്നാക്കി എടുക്കും. ഓക്കെ, ആരുടെയും സഹായം കൂടാതെ ഞാൻ എൻ്റെ ജീവിതം നന്നാക്കി എടുക്കും. ആൻഡ് പല ആൾക്കാർക്ക് ഞാൻ മാതൃക ആകും. ഓക്കെ, ആൻഡ് അതാണ് ഇവിടെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ആൻഡ് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, നിങ്ങൾ പോലും അറിയാതെ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നതും. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലൂടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയിലൂടെ, നിങ്ങളുടെ സൗന്ദര്യത്തിലൂടെ, നിങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, ഓർ മെറ്റീരിയൽ തിങ്സ് മാത്രമല്ല, നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ ക്യാരക്ടർ, അതിലൂടെ നിങ്ങൾ പല ആൾക്കാർക്ക് പ്രചോദനം ആകുന്നതാണ്. ഓക്കെ, നിങ്ങളെ കണ്ട് ദൈവത്തിലേറെ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുന്ന ഏറെ പേരുണ്ട്. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം അതിലൂടെ മുന്നോട്ട് പോകുന്ന ഏറെ ആൾക്കാരുണ്ട്. നിങ്ങളെ കോപ്പി കാറ്റ് ചെയ്യാൻ ഏറെ ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കണം, നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ സംസാരിക്കണം, നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കണം. ബിക്കോസ് നിങ്ങൾ ആകണം എന്നാഗ്രഹിക്കുന്ന ചില ആൾക്കാർ നിങ്ങളുടെ ചുറ്റുവട്ടത്തിനുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ബേസിക്കലി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടുക. ആൻഡ് ആ ഉയർച്ച ആരുടെയും സഹായം കൂടാതെ നേടുക. സോ ദാറ്റ് പല ആൾക്കാർ, ഓക്കെ, ഏറെ ആൾക്കാർക്ക് ഒരു സഹായം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രചോദനം, ഒരു വഴികാട്ടി ആവുക എന്നതാണ്. ഓക്കെ, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോൾ കോൺട്രാക്ട്. പക്ഷേ ഏത് സോൾ കോൺട്രാക്റ്റും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസുമായിട്ടാണ് വരുന്നത്, ബുദ്ധിമുട്ടുകളും നന്മകളുമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ എനർജി സ്കാറ്റേർഡ് ആണ്. ഐ വുഡ് സേ ദാറ്റ്. സോറി. ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിയിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ എനർജി ഇപ്പോഴും സ്കാറ്റേർഡ് ആണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നേടുന്നുണ്ടാകാം, പക്ഷേ നിങ്ങൾ ഏത് ലെവലിൽ എത്തണോ അവിടെ നിങ്ങൾ എത്തിയിട്ടില്ല. ഓക്കെ, അവിടെ നിങ്ങൾ എത്തിയിട്ടില്ല. പേജ് ഓഫ് വാൻസ്, യെസ്, നിങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ജീവിത യാത്രയിൽ ഇതുവരെ ചെയ്ത ഹാർഡ് വർക്ക്, ഇതുവരെ ചെയ്ത അല്ലെങ്കിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അത് നിങ്ങളുടെ ജീവിതത്തിലെ തുടക്കങ്ങൾ മാത്രമായിരുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് സെറ്റാകാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സോ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഒന്നും സ്റ്റേബിൾ ആകില്ല, ഇച്ചിരി ടൈം എടുക്കും. ഓക്കെ, ഡിപ്പെൻസ് നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്ര അതേ കമ്മിറ്റ്മെൻറ്റിൽ നിൽക്കുന്നു. 10 ഓഫ് വാൻസ് ആണ്. നിങ്ങൾ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് എടുക്കുകയും ചെയ്യും. ആൻഡ് ഏറെ ആൾക്കാരെ സഹായിക്കുകയും ചെയ്യും. നിങ്ങളെ പോലത്തെ ആൾക്കാർ. ഓക്കെ, ഏതാൾക്കാർക്ക് സഹായങ്ങളില്ലായിരുന്നു, ഏതാൾക്കാർക്ക് ഏറെ വിഷമങ്ങൾ, ബിട്രയൽ, ചീറ്റിംഗ് അവരുടെ പ്രിയജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടായിട്ട് വരികയും ചെയ്യും, നിങ്ങളെ വഴികാട്ടുകയും ചെയ്യും. ഓക്കെ, ലീഡർഷിപ്പ് റോളിലേക്ക് വരികയാണ് നിങ്ങൾ. പക്ഷേ ഈ ഒരു ലീഡർഷിപ്പ് റോളിൽ ഏറെ ഗ്യാപ്പ് ഉണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ ഏത് കാര്യമാണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ലീഡർ ആകുമ്പോഴേക്കും ഒരു 10 years ഗ്യാപ്പ് ഉണ്ടാകും അതിൻ്റെ മുമ്പത്തെ ലീഡറിൽ നിന്ന്. ഓക്കെ,
സോ പുതിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൊണ്ടുവരുന്നത്, പുതിയ റൂൾസ് ആയിരിക്കാം, പുതിയ റെഗുലേഷൻസ് ആയിരിക്കാം, പുതിയ രീതിയായിരിക്കാം. ഓക്കെ, ആൻഡ് ഈ രീതി വ്യത്യസ്തമായിട്ടുള്ള രീതിയായിരിക്കും. പല ആൾക്കാർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും, പലർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റില്ല. സോൾ കോൺട്രാക്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത്. നിങ്ങളുടെ ഫ്രീഡം, ഓക്കെ, ഏതോ ഒരു ലൈഫിൽ, പ്രീവിയസ് ലൈഫിൽ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടായിരുന്നില്ല, അതാണ് നിങ്ങളിവിടെ ഗെയിൻ ചെയ്യുന്നത്. സോൾ കോൺട്രാക്ട് ഓഫ് ഗ്രൂപ്പ് 1, ദ ഹൈ പ്രീസ്റ്റേഴ്സ്. പല ഗ്രൂപ്പുകളെ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു യോഗം, ഒരു ഡെസ്റ്റിനിയാണ് ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്. ദാറ്റ് മീൻസ് നിങ്ങൾ സ്പിരിച്വൽ മൊഡാലിറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ ഹീലിംഗ് മൊഡാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രൊഫഷനാണോ ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ നിങ്ങൾ ലീഡറായിരിക്കും. നിങ്ങളെ ഫോളോ ചെയ്യാൻ പല ഗ്രൂപ്പ്സ് ആൻഡ് സെക്ഷൻസ് ഉണ്ടാകുന്നതാണ്. ദ ലവർ, ലവ് ബേസിക് തീം ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ആൾക്കാരിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കുക, ഓക്കെ, ഒത്തുചേരൽ ആൻഡ് മറ്റാൾക്കാർക്ക് റെസ്പെക്റ്റ് ആൻഡ് ആ ഒരു വോട്ട് ടു സേ പരിഗണന, ഓക്കെ, പരിഗണന കൊടുക്കുക, അതായിരിക്കും നിങ്ങളുടെ തീം എന്ന് പറയുന്നത്. ഈ കാർഡ് വരുമ്പോൾ അത് റിലേഷൻഷിപ്പ് ആണ് എന്ന് നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് വേറെ എങ്ങും എനിക്ക് റിലേഷൻഷിപ്പിൻ്റെ കിട്ടിയില്ല. റിലേഷൻഷിപ്പ് ഐ എം ടെലിങ് അബൌട്ട് ലവേഴ്സ്. ഓക്കെ, അതല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ദാറ്റ് നിങ്ങൾ ഏറെ ആൾക്കാർക്ക് എവിടെയൊക്കെ സാമൂഹ്യ വിരോധനം ഒക്കെ നടക്കുന്നോ അത് മാറ്റാൻ, എല്ലാ ജനങ്ങളിൽ ഒരു ഒത്തുചേരൽ, ഒത്തൊരുമ കൊണ്ടുവരാനാണ് നിങ്ങളുടെ ദൗത്യം. നിങ്ങൾ ഏറ്റെടുത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ ഡിവൈൻ പ്ലാൻ. അതാണ് നിങ്ങളുടെ ഡിവൈൻ പ്ലാൻ. ആൻഡ് ഓൾറെഡി നിങ്ങൾ ഈ ഒരു കാര്യത്തിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പേജ് ഓഫ് ഫോൺസ് പറയുന്നത് നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നാ നിങ്ങളുടെ ഈ ഡിവൈൻ പ്ലാനിലേക്ക് നിങ്ങൾ പെതുക്കെ പെതുക്കെ എത്തുന്നതാണ്. ബട്ട് ഇത് 1-2 വർഷത്തെ കാര്യമല്ല. ഇറ്റ് വിൽ ടേക്ക് നിയർലി 5 to 7 years more. ഓക്കെ, അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ റിച്വൽസ് ആൻഡ് അഫർമേഷൻസ് കണ്ടിന്യൂസ്ലി ചെയ്തും നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ നിങ്ങളുടെ ടൈം ഗ്യാപ്പ് കുറയ്ക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് കേസ്. അതർവൈസ് ഒരു 5 to 7 years ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് എത്താൻ. ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഗ്രൂപ്പ് 1 നിങ്ങളുടെ സോൾ കോൺട്രാക്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം റെസൊനേറ്റ് ആയി കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ പർട്ടിക്കുലർലി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് ലീപ്. യു ഗോ ഫേഴ്സ്റ്റ്, ദ യൂണിവേഴ്സ് വിൽ ക്യാച്ച് യു. ഓക്കെ, സോ എന്താണ് പ്രേക്ഷകരുടെ സോൾ കോൺട്രാക്ട് ആൻഡ് എങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകരിൽ അറൗണ്ട് 76% പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ റെസനേറ്റ് ആകുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്, ഗൈഡൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനർജി എക്സ്ചേഞ്ച് ചെയ്തിടുക. പെർട്ടിക്കുലർലി ബ്ലോക്കേജസ് ഏറെ ഫീൽ ചെയ്യുന്ന പ്രേക്ഷകർ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക. അതെൻ്റെ ചാനൽ മാത്രമല്ല, ഏതൊക്കെ ചാനൽ നിങ്ങൾ കാണുന്നു ആൻഡ് ഏത് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്നു, നോളജ് ലഭിക്കുന്നു, അവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജസ് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഹീലറിനോട് വേണമെങ്കിലും കൺഫേം ചെയ്യാം. എനർജി എക്സ്ചേഞ്ച് എന്താണെന്നുള്ളത് ഗൂഗിളിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. സോ സോൾ കോൺട്രാക്ട് ക്വീൻ ഓഫ് വോൺസ് ആണ് വന്നത്. ഓക്കെ, Hierophant, Hangman, 9 of Cups, Ten of Swords, and I'll take one more, the World.
ഓക്കെ ഗൈസ്, സോ ഗ്രൂപ്പ് 2 പ്രേക്ഷകരുടെ സോൾ കോൺട്രാക്ട് എന്താണ്? ഗ്രൂപ്പ് 2 പ്രേക്ഷകരുടെ സോൾ കോൺട്രാക്ട് ഇൻഡിപെൻഡൻ്റ് ആയി സ്വന്തം കാര്യങ്ങൾ സ്വന്തം നിലയിൽ സ്വന്തം അഭിപ്രായത്തിൽ ആരുടെയും ഇടപെടലുകൾ ഇല്ലാതെ ചെയ്തെടുക്കുക എന്നതാണ്. സോ മൈറ്റ് ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ലീഡേഴ്സ് ആയിരിക്കാം, നിങ്ങൾ വലിയ വലിയ പൊസിഷൻസ് നേരിട്ടവരായിരിക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളുടെ സോൾ കോൺട്രാക്ട് ദാറ്റ് മറ്റാൾക്കാർ പറയുന്നത് കേട്ട് ചെയ്യാനല്ല. നിങ്ങളുടെ സോൾ കോൺട്രാക്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ എന്നതാണ്. ആൻഡ് ഹൈറോഫൻറ്റ് ആസ് വെൽ ആസ് യൂണിവേഴ്സിൻ്റെ ലീപ് കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഹൈറോഫൻറ്റ് ദാറ്റ് മീൻസ് ദൈവിക തുണ നിങ്ങൾക്ക് ഏറെയുണ്ട്. നിങ്ങളുടെ പ്രേയേഴ്സ്, നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു അത് ഉടനെ തന്നെ നിങ്ങളുടെ ഡിവൈനിലേക്ക് എത്തുന്നുമുണ്ട്. ആസ് വെൽ ആസ് ഈ ഗ്രൂപ്പിൽ കാണുന്ന പ്രേക്ഷകരുടെ ഒരു 95% പ്രേക്ഷകരുടെ സോൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ആണ്. ദാറ്റ് ഇസ് സ്പിരിച്വാലിറ്റിയിൽ മുന്നോട്ട് പോവുക. ചിലർക്ക് പ്രേയേഴ്സ് പഠിപ്പിക്കുന്നതാകാം, ചിലർക്ക് നാമങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സീക്രട്ട് ബുക്സ് അത് പഠിപ്പിച്ച് കൊടുക്കുന്നതാകാം, ചിലർക്ക് ടാരോ കാർഡ് റീഡിങ്സ് ആകാം, ചിലർക്ക് ചാനലിംഗ് ആകാം, മെസ്സേജസ് ചാനലിംഗ്, ചിലർക്ക് ഹീലിംഗ് മൊഡാലിറ്റി ആകാം, എനർജി വർക്ക് ആകാം, ചിലർക്ക് മീഡിയംഷിപ്പ് ആകാം. ഓക്കെ, സോ സ്പിരിച്വാലിറ്റിയിൽ ഏറെ സയൻസസ് ഉണ്ട്, ഏറെ മൊഡാലിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ സോൾ കോൺട്രാക്ട് സ്പിരിച്വാലിറ്റിയിൽ മുന്നോട്ട് പോകുക, ആൾക്കാരെ സ്പിരിച്വാലിറ്റിയിലേക്ക് വിടുക എന്നുള്ളതാണ്. ഓക്കെ, എത്ര പേരെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് ലയിപ്പിക്കാൻ പറ്റും, അതാണ് നിങ്ങളുടെ സോൾ കോൺട്രാക്ട്. ഹാങ്മാൻ ആൻഡ് നൈൻ ഓഫ് കപ്സ്. ഹാങ്മാൻ ദാറ്റ് ഈസ് ചില പ്രേക്ഷകർക്ക് അധികം ഫെയിം ലഭിക്കില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ അൾട്ടിമേറ്റും ഫെയിം അല്ല. ഓക്കെ, ഈവൻ ദോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഓക്കെ ഞാനിത് ചെയ്തു അല്ലെങ്കിൽ ഞാനാണ് ഇത് പറഞ്ഞു കൊടുത്തത് എന്നത് ആൾക്കാർ പറയണം. ഓക്കെ, ആൻഡ് അറൗണ്ട് 50 to 60 ആൾക്കാരുടെ ഇടയിൽ 20 പേരെങ്കിലും അത് അംഗീകരിക്കുന്നുണ്ടാകാം. പക്ഷെ മറ്റാൾക്കാർക്ക് അറിയത്തും കൂടി ഇല്ല ആരാണത് ചെയ്തത്. ഓക്കെ, ബട്ട് നിങ്ങൾക്കിവിടെ യെസ് ഞാനിത് ചെയ്തു എന്ന ഒരു കൺഫർമേഷൻ വേണം എന്നുണ്ടെങ്കിലും ഏറെ ഫെയിം വേണം എന്നത് നിങ്ങൾക്കില്ല. ഓക്കെ, സംഹൗ അത് ആയത് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, ദാറ്റ് ഇല്ല ആൾക്കാർ എന്നെ അറിയണം, എന്നെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം, അഭിനന്ദിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ പൂർണ്ണമായി നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷ് ഉണ്ടാവില്ല. ഓക്കെ, ബട്ട് നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യവും ആൾക്കാർക്ക് ഫലപ്രദമാകും ആൻഡ് നിങ്ങൾ അറിയപ്പെടുകയും ചെയ്യും. സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഇടയിൽ, ഓക്കെ, ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ അറിയപ്പെടുന്നതാണ്. നിങ്ങളുടെ സോൾ കോൺട്രാക്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ പൂർത്തീകരിക്കാം ഈ ലൈഫ് ടൈമിൽ എന്നതാണ്. ഓക്കെ, 10 of Swords ഇവിടെ വന്നത് എങ്ങനെ നിങ്ങളുടെ തോൽവികളെ നിങ്ങൾക്ക് ജയത്തിൽ മാറ്റിയെടുക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒരു ഫോം ഓഫ് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, പഠിച്ചു കഴിഞ്ഞിട്ട് അവർ ഡിവൈനിലേക്ക് കണക്ട് ആയിട്ട് അവരുടെ തന്നെ ഒരു പുതിയ മേഖല തുടങ്ങും. അതാണ് ഇവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളും ഒരു പുതിയ മേഖല തുടങ്ങാനാണ് ഇവിടെ വന്നത്. ഓക്കെ, നിങ്ങൾ മറ്റാൾക്കാരെ ഫോളോ ചെയ്യാനല്ല, മറ്റാൾക്കാരെയും കൊണ്ട് നിങ്ങളെ ഫോളോ ചെയ്യിപ്പിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വേൾഡ് കാർഡാണ്. ദാറ്റ് ഈസ് എന്താണോ നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് അത് മറ്റാർക്കും അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് നിങ്ങളൊരു പുതിയ മെഷീനറി ഉണ്ടാക്കി, ആ മെഷീനറി ഈ ലോകത്ത് ആർക്കും എത്ര സയൻറ്റിഫിക് അവാർഡ് കിട്ടിയ ആൾക്ക് പോലും ആ മെഷീനറി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ഉണ്ടാക്കുന്നു, ലൈക്ക് ബുക്ക് ആയിക്കോട്ടെ, പുതിയ പ്രെയർ റിച്വൽ ആയിക്കോട്ടെ, പുതിയ റിച്വൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയൊരു മൊഡാലിറ്റി ആയിക്കോട്ടെ, പുതിയ ഹീലിംഗ്, ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന ഹീലിംഗ് ഒരു പുതിയ ഹീലിംഗ് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഏറെ കുട്ടികൾ വന്ന് പഠിച്ചാൽ, സ്റ്റുഡൻസ് വന്ന് പഠിച്ചാൽ പോലും അവർക്ക് ആ ഒരു ലെവലിലെത്താൻ പറ്റില്ല എങ്ങനെ നിങ്ങൾ ചെയ്യുന്നു. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, ഓക്കെ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്വന്തമായ ഒരു കാര്യം അത് ഉണ്ടാക്കിയെടുക്കാനാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് യു ഗോ ഫസ്റ്റ്, ഐ ക്യാച്ച് യു.
ഓക്കെ, നിങ്ങൾ ചെയ്യാൻ തുടങ്ങൂ, ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. ഓൾറൈറ്റ്. സോ ഫെയ്ത്ത് വെക്കൂ, ലീപ്പ് വെക്കൂ എന്നതാണ് പറയുന്നത്. സോൾ കോൺട്രാക്ട് ഓഫ് ഗ്രൂപ്പ് 2, ദി എംപറർ. സോ ഞാൻ എന്താണ് പറഞ്ഞത്? ലീഡർ. ഓക്കെ, ഗ്രൂപ്പ് 1ലും ലീഡർ കാർഡ് ഉണ്ട്, പക്ഷെ എംപറർ കാർഡ് വന്നില്ല. ഓക്കെ, എൻ്റേതായ, എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തോ ചെയ്യാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അതാണ് നിങ്ങളുടെ സോൾ കോൺട്രാക്ട്. ഓക്കെ, അഗെയിൻ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് വന്നിട്ടുണ്ട്, 6 ഓഫ് വാൻഡ്സ് ആൻഡ് ദ ഫൂൾ. ഓക്കെ, നിങ്ങൾക്ക് വിജയമാണ്. ഓക്കെ, ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർ എപ്പോൾ നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ അംഗീകരിക്കുന്നു, ദാറ്റ് യെസ് ഞാൻ ഇത് ചെയ്യാനാണ് വന്നത് ആൻഡ് ഞാൻ ഇത് ചെയ്തിരിക്കും, നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പണം ഇടപാടുകൾ ഫ്രീ ആയിരിക്കും, ഫ്രീ ഫ്ലോയിങ് ആയിരിക്കും. ഓക്കെ, ഫ്രീ ആയിരിക്കും ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഒബ്സ്റ്റിക്കിൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാകില്ല, നിങ്ങൾക്ക് ലോൺ വേണം ഇൻസ്റ്റൻ്റ്ലി ലഭിക്കും, നിങ്ങൾ ഒരാളുടെ അടുത്ത് സഹായം ചോദിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഉടനെ ലഭിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അത് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ. ഓക്കെ, നിങ്ങൾ റിസ്ക് എടുക്കുന്നതാണ്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു കാര്യത്തിലും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രണ്ട്സോ സപ്പോർട്ടോ ഉണ്ടാവില്ല, പക്ഷെ അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഓൾറൈറ്റ്. 2 ഓഫ് swords ആണ് ആൻഡ് 5 ഓഫ് കപ്സ്. ഓക്കെ, ചില സമയങ്ങളിൽ നിങ്ങൾ പ്രേക്ഷകർ, സെക്കൻഡ് ഗ്രൂപ്പ് ചൂസ് ചെയ്ത പ്രേക്ഷകർ ബ്ലൈൻഡ്ലി ഒന്നും ആലോചിക്കാതെ ഡിസിഷൻസ് എടുക്കുന്നതാണ്. ഓക്കെ, പക്ഷേ ഈ ഡിസിഷൻസ് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, നിങ്ങളൊരു കോൺഫിഡൻറ്റിലാണ് ദാറ്റ് ഓക്കെ ഞാൻ ഈ ഡിസിഷൻ എടുക്കാൻ പോകുന്നു, എന്തും സംഭവിച്ചോട്ടെ ഞാൻ റെഡി ആണ്. അതാണ് ഇവിടെ 2 ഓഫ് swords ആൻഡ് 5 ഓഫ് കപ്സ് കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ധൈര്യമുണ്ട് ദാറ്റ് ഡിവൈൻ എൻ്റെ കൂടെയുണ്ട്, യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ആൻസസ്റ്റേഴ്സ് എൻ്റെ കൂടെയുണ്ട്, എനിക്ക് പേടിക്കാൻ ഒന്നുമില്ല, ഞാൻ ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുകയാണ്. ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഐ ആം ഓക്കെ വിത്ത് ഇറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ആണ്. ദാറ്റ് ഈസ് എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നോ അതിലൊക്കെ നിങ്ങൾക്ക് വിഷസ് നിങ്ങളുടെ ഫുൾഫിൽ ആകുന്നതാണ്. ഈവൻ തോ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് ഉടനെ നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആകണമെന്നില്ല. ഇത്തിരി ടൈം ഗ്യാപ്പ്, ചിലർക്ക് 9 months, ചിലർക്ക് 9 yearsൻ്റെ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഗൈസ്, ഗ്രൂപ്പ് 2 ഇതാണ് നിങ്ങളുടെ സോൾ കോൺട്രാക്ട് ആൻഡ് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്, നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ ആദ്യം ഒരു പ്രെയർ ഫോമിൽ യൂണിവേഴ്സിനെ അറിയിക്കൂ. ഡിയർ യൂണിവേഴ്സ്, ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, കൈൻഡ്ലി എനിക്കിത് സാധിച്ചെടുക്കാൻ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാട്ടിത്തരണേ. ഓക്കെ, ആൻഡ് ദെൻ യു സ്റ്റാർട്ട് വിത്ത് ദ പ്രോസസ്സ്. ഓട്ടോമാറ്റിക്കലി അത് സഹായിക്കാനും അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഗൈഡ്സ് ആയിക്കോട്ടെ, ആൾക്കാരായിക്കോട്ടെ നിങ്ങളുടെ അടുത്ത് വന്നു ചേരുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പ് 2. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റെസനേറ്റ് ആയി എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ഡെഫിനറ്റ്ലി ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.